കർമ്മല മാതാവിൻ്റെ തിരുനാളിനോടനുബന്ധിച്ച് കുടുംബ പ്രാർത്ഥനയിൽ ചില മാറ്റങ്ങൾ ഞങ്ങൾ വരുത്തി. അങ്ങനെ എല്ലാവരുടെയും കയ്യിലും അതിമനോഹരമായ ദീപങ്ങൾ കത്തിച്ചു കൊടുത്തു. അങ്ങനെ ഞങ്ങൾ കർമ്മല മാതാവിൻ്റെ തിരുനാൾ ആഘോഷിച്ചു. ഞാനങ്ങനെ പണ്ടൊന്നും അങ്ങനെ കേട്ടിരുന്നില്ല കർമ്മല മാതാവിനെ കുറിച്ചൊന്നും. പക്ഷേ ഇപ്പോൾ കുറച്ച് നാൾ അടുത്താണ് ഞാൻ ആ മാതാവിനെ കുറിച്ച് അറിഞ്ഞത്, വെന്തിങ്ങയുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞത്. അത് പിന്നെ ഞാൻ എന്നും വെന്തിങ്ങ ധരിക്കാനായിട്ട് തുടങ്ങി. കർമ്മല മാതാവിൻ്റെ ആ ദിവസം മുതലേ അത്രയും അധികം ശക്തിയും നമ്മെ പല കാര്യങ്ങളിലും സഹായിക്കുകയൊക്കെ ചെയ്യുന്ന കർമ്മല മാതാവിനോട് പ്രത്യേകം ഒരു ഇഷ്ടവും താല്പര്യവും എല്ലാം തോന്നി. അങ്ങനെ കർമ്മല മാതാവിൻ്റെ ദിനത്തിലെ ഞങ്ങൾ മെഴുകുതിരി കത്തിച്ചപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഒരു പ്രകാശം തന്നെയാണ് ഉണ്ടായത്. അത് ഇരുട്ടായിരുന്നു, ലൈറ്റെല്ലാം കെടുത്തി ഇരുട്ടത്തായിരുന്നു ഇരുന്നത്. അതിനുശേഷം ഞങ്ങൾ ഓരോരുത്തരും മാറി മാറി മെഴുകുതിരികൾ കത്തിച്ച് ആ ഒരു ഇരുട്ടിനെ പ്രകാശമാക്കി മാറ്റി. ഒരു കുടുംബത്തിൽ എങ്ങനെ പ്രകാശം ഉണ്ടാകുമെന്ന് വെച്ചാൽ ആ കുടുംബത്തിലുള്ള ഓരോരുത്തരുടെയും സഹകരണവും പരിശ്രമവും പ്രാർത്ഥനയും പ്രയത്നവുമാണെന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. ശരിയല്ലേ? അത് നമ്മുടെ ഓരോരുത്തരുടെയും കൂട്ടായ പ്രവർത്തനവും കൂട്ടായ ഒത്തൊരുമയുമാണ് നമ്മുടെ ജീവിതത്തെ വളരെയധികം മുന്നോട്ട് നയിക്കുവാനും മോട്ടിവേറ്റ് ആകുവാനും നല്ല സന്തോഷമുള്ള ജീവിതം നയിക്കുവാനും ഇടയാകുന്നത്. ഈശോ ജ്ഞാനത്തിലും പ്രായത്തിലും മനുഷ്യരുടെയും ദൈവത്തിൻ്റെ ഒക്കെ പ്രീതിയിൽ വളർന്നു വന്നതുപോലെ നമ്മളും നമ്മുടെ കുടുംബത്തിലെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയൊക്കെ പ്രീതിയിൽ വളർന്നു വരുമ്പോഴാണ് നമ്മുടെ ജീവിതം വളരെ സുന്ദരമായി മാറുന്നത്. അങ്ങനെ കർമ്മല മാതാവിൻ്റെ തിരുനാൾ വളരെ മനോഹരമായി ഞങ്ങൾ ആഘോഷിച്ചു. അപ്പോൾ ആ ദിവസം ഒരിക്കലും മറക്കാനായിട്ട് സാധിക്കില്ല. ജൂലൈ 16 ആണ് കർമ്മല മാതാവിൻ്റെ തിരുനാൾ. കർമ്മല മാതാവിൻ്റെ പള്ളിയിലൊന്നും എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എനിക്ക് വളരെ ആഗ്രഹമുണ്ട്, പോകാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളും തീർച്ചയായും കർമ്മല മാതാവിൻ്റെ മധ്യസ്ഥം തേടണം. അതുപോലെ വെന്തിങ്ങ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ധരിക്കണം. പണ്ട് കാലത്ത് വെന്തിങ്ങ ആയിരുന്നു ധരിച്ചിരുന്നത്. അപ്പോൾ മറക്കാതെ എല്ലാവർക്കും കർമ്മല മാതാവിൻ്റെ തിരുനാൾ ആശംസകൾ.